കുലവിലെടുത്ത് ഉലത്ത് ഒടിക്കണം. 2, ഈ കരിമ്പൂതത്തെ തോൽപ്പിച്ച് ഈ കുണ്ടത്തിന് നടുവിലിരിക്കുന്ന താരിയും പുടവയും എടുക്കണം. ഒരു കാക്കവിളക്കിലെ എണ്ണ വറ്റും മുമ്പ് തുളുനാടൻ പടക്കുതിരകളിലേറി വെൺമണിക്കോട്ടയ്ക്ക് 7 വലത്ത് വെച്ച് മുമ്പനായി അങ്കത്തട്ടിലേറണം. അവസാനമായി ഈ കാവിലിരിക്കും കരിനാഗങ്ങളെ പാടിവരുത്തി നൃത്തം ചെയ്യിക്കണം. ഇതിൽ 3 കാര്യങ്ങൾ മുറതെറ്റാതെ ചെയ്തു നിൽക്കുന്ന മലനാട്ടുവീരന് മാമംഗലം വക 4 ദേശവും ഈ വെൺമണിക്കോട്ടയും എന്റെ പൊന്നോമന മകൾ പൊന്നിയെയും നൽകുന്നതാണെന്ന് നാടുവാഴിയുടെ മുമ്പിൽ വെച്ച് ഞാനിതാ സത്യം ചെയ്യുന്നു. നാട്ടാരെ, പൊന്നിയമ്മേന്റെ സ്വയംവരത്തിലെത്തിയിരിക്കുന്ന വീരന്മാരെ, മത്സരവേദിയിലെത്തി ജയിച്ചു വരുന്നവർക്ക് വിളംബരപ്പടിയുള്ള സകല സ്വത്തുക്കളും പൊന്നിയമ്മയെ നൽകുന്നതാണെന്ന് നാട്ടിന്റെ ഉടയോനായ നാം കൽപ്പിക്കുന്നു. ഞാനാണ് കർത്തനാടൻ നെരിയപ്പൻ. ഞാൻ കരിമ്പൂതത്തോട് ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഞമ്മക്ക് അസീറുള്ള ഇബിലീസിന്റെ പടി വേണ്ട. ഞമ്മക്ക് മുന്നം ബില്ലൊടിക്കാം. നമ്മളാണ് വളവട്ടണം മൂശാക്കുട്ടി. നമ്മള് പല ബില്ലും ഒടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോടെ. നമസ്കാരം. എന്റെ പേര് കൈപ്പള്ളി പാച്ചൻ. நமஸ்காரம். எந்த பேரு பொங்கல் செட்டி. நான் கரும்பூதத்தை பிடிக்க போயணும்.
നാട്ടാരെ, പൊന്നിയമ്മയുടെ പുടമുറി മത്സരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 4 കാര്യങ്ങളിൽ ആരും ചെയ്യാത്ത നാഗഗാനം പാടി നാഗങ്ങളെ എന്റെ ചുറ്റും നൃത്തം ചെയ്യിക്കാൻ പോവുകയാണ്. ഞാൻ പാടി തുടങ്ങുമ്പോഴേക്കും പറഞ്ഞതനുസരിച്ച് നാഗങ്ങളെ നാനാവഴിക്കും ഇറക്കി വിട്ടോളി. നിൽക്കിൻ. മലനാട്ടിന് കുറച്ചിലുണ്ടാക്കരുത്. നാട്ടാരെ, പൊന്നിയമ്മേന്റെ സ്വയംവരത്തിന് മിടുക്കും ധൈര്യവുമുള്ള ആന്തര എത്തുന്ന കാലം ഇനിയും മത്സരം നടക്കും. നിങ്ങൾ എന്താണപ്പാ ചിരിക്കണത്? മുഷാക്കുട്ടി, ഒരു പാമ്പിനെ കെട്ട് ഒരു പുരുഷൻ ഇങ്ങനെ ഓടാമോ? ശരിയാണ് പൊമ്മച്ചട്ടി, മുഷ്കിലില്ലാത്ത ഇബിലീസുകൾ. നമ്മളാണെങ്കിൽ ആ പാമ്പിന്റെ വാലയെ പിടിച്ച് കറക്കി ദുനിയാവിന്റെ അപ്പുറത്തെറിഞ്ഞാണ്. നമുക്ക് ഒരു പണി ചെയ്യാം. എന്താ? നമ്മള് തോച്ചുപടങ്ങി നാട്ടിൽ ചെന്നാല് നെരുത്ത് കുളച്ചിലാണ്. ശരിയാ, പൊന്നിയമ്മയെ കിട്ടാതെ ജീവിക്കുന്നതിലും നല്ലത് നമുക്ക് ഈ പുള്ളിച്ചാടി മരിക്കാം. നിങ്ങൾ ഇങ്ങോട്ട് വരി. നിങ്ങൾ മയ്യത്താകണ്ടാകും. നമുക്ക് രണ്ടാൾക്കും കൂടി പൊന്നിയമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഓളെ ചോദിക്കാം. പൊന്നിയമ്മേ, ഇങ്ങനെ പുടവ തരാൻ എത്തുന്ന ആന്തരിയെ മടക്കി അയച്ചാൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ പുടവ തരാൻ? എന്ന് വെച്ച് വരുന്ന പുരുഷന്റെ കൂടെ നായെ പോലെ കഴിയാൻ ഈ പൊന്നിക്ക് വയ്യ. വേലി കഴിച്ചില്ലെങ്കിൽ വേണ്ട. നീ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ ആറ്റിൽ വീണ് വെള്ളം കുടിച്ച് ചാവും. ഇറങ്ങിപ്പോവിൻ, ബുദ്ധിയില്ലാത്ത മടയൻ. അയ്യോ തമ്പ്രാട്ടിമാരെ, അടിയിൽ നിലം തൊടാത്ത ഒരു കമ്പ് വേണം. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവീന്ന് പോയിൻ. അയ്യോ, അടിയം ഭൂമിയിലല്ല, സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. തമ്പ്രാട്ടിമാര് കുളിച്ചോ? ഇരിക്കും കൊമ്പ് മുറിക്കുന്ന മണ്ടച്ചാരോട് കാര്യം മോദിച്ച് ഫലമില്ല. വരും പെണ്ണുങ്ങളെ. ഇവിടെ വാ. അവിടെ നോക്കൂ. കരയ്ക്കോട്ട് കയറി.
ഇതാണ് ആ കാര്യം. ഇപ്പൊ മനസ്സിലായ തമ്പുരാട്ടി, ഇരിക്കണ മരത്തിന്റെ കൊമ്പ് മുറിച്ചാൽ അതിന്റെ സുഖം. ഇതാ ഇത് ഉടുത്തോളി. കുട്ടി നമുക്കൊരു ബുദ്ധി തോന്നും. പൊന്നിയമ്മയെ കുടുക്കലാക്കണ ബുദ്ധി എന്ന പഴമല നമ്മക്കും ഒരു ബുദ്ധി. എന്താ? നമ്മ കുടുംബ ചെന്ന് നാടുവാടിക്ക് പരാതിപ്പെടണം. എന്നിട്ട് പൊന്നിയമ്മ ഈ മരം വെട്ടിയുടെ കൂടെ പൊറുക്കുമ്പോഴ് നമ്മുടെ രണ്ടാളും കൂടെ ചെന്ന് ഓന്റെ കയ്യിൽ നിന്ന് ഓളെ തട്ടിക്കൊണ്ട് പോരണം. 6 മാസം നമ്മുടെ കെട്ടിയോള്. അപ്പോ 6 മാസം നമുക്ക്. ചന്തൂട്ടിയും ഇടുമ്പനും വന്ന കാര്യം നമുക്ക് മനസ്സിലായി. നാടുവാഴി നനച്ചാൽ പൊന്നിയമ്മയ്ക്ക് പിടവ് കൊടുക്കാൻ എനിക്ക് കഴിയും. എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങിങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നാൽ 2 കൊമ്പുരാനെ വാങ്ങിച്ചിരുന്ന കാര്യം ഞങ്ങളിൽ. സംഗതി ശരിയാണ്. പക്ഷേ മാമംഗലം തറവാടിന്റെ തീർപ്പറിയാതെ നാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പു തരിക? അതിരാകും മൂസാക്കുട്ടിയാ? മൂസാക്കുട്ടി മാത്രമല്ല, പൊങ്കൻ ചെത്തിയുണ്ട്. നാടുവാഴി, നമുക്കൊരു സംശയം. എന്താണ് സംശയം? നിങ്ങള് ഈ നാടിന്റെ ഉടയോനാണല്ലോ. കാര്യം പറയേ. നാട്ടാചാരം നടപ്പിലാക്കേണ്ട ആളുമല്ലേ. കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് അന്യൊരു പുരുഷനിൽ നിന്ന് മുണ്ട് വാങ്ങിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭാര്യയായി? സംശയമില്ലല്ലോ. പൊങ്ങൻ ചെത്തി ജയിച്ച്. അന്നേരം കടവിൽ നിന്ന് എന്റെ മേനിയഴകി നോക്കി നിൽക്കുന്നു 2 കൊമ്പന്മാർ. ആരാണ് അധികാരികൾ? എന്റെ വേളിക്ക് വന്ന് തോറ്റു മടങ്ങിയില്ലേ ഉപ്പുപരണി പോലൊരുത്തൻ, മറ്റൊരുത്തൻ ചൂര പോലിരിക്കുന്നു. നേര് പറഞ്ഞാൽ ആ മരം വെട്ടിയുടെ 2ാം മുണ്ട് ഉടുത്ത് നാണം മറച്ച ഞാൻ കരയിൽ കയറിയത്. ഏതായാലും ആ മരം വെട്ടിയെ തേടി പിടിച്ച് ഒരു മുറി കോടി 2 പറ നെല്ലും കൊടുക്കാൻ ഏർപ്പാട് ചെയ്യാം. മരം വെട്ടിക്ക് കൊടുക്കേണ്ടത് 2 പറ നെല്ലല്ല, ഒരു മുറി കോടിയല്ല. മേയർ പെങ്ങൾ പൊന്നിയമ്മയാണ്. അതിനെന്തിട്ട് പെങ്ങളെ കണ്ടുപിടിക്കുന്നത്? ഒരു കന്നിപ്പെണ്ണ് അന്യപുരുഷത്തെ കുറവ് വാങ്ങിയാൽ അതിന്റെ അർത്ഥം ശരി, ഒരു മരം വെട്ടിയുടെ കയ്യിൽ നിന്ന് കുറവ് വാങ്ങുന്നതിന് നല്ലത് നിനക്ക് അവിടെ മരിച്ചൂടായിരുന്നോ? മാധവി, നിർത്തി. ജീവൻ പോകുന്ന മനുഷ്യൻ വൈക്കോൽ തുമ്പ് കിട്ടിയാലും കയറി പിടിക്കും.